തുർക്കിക്ക് ഇറാൻ്റെ ശാസനയും മുന്നറിയിപ്പും. കഴിഞ്ഞ ദിവസത്തിലെ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇറാൻ തുർക്കിയെ ശാസിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട്. ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഇറാൻ സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2 പ്രാവശ്യം ഇറാൻ തുർക്കിയെ ആക്രമിച്ചിട്ടുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ശക്തിയുള്ള രാജ്യമാണ്. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ വർഷത്തിലും പ്രത്യേകം ബഡ്ജറ്റ് തയ്യാറാക്കേണ്ട, അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ പ്രത്യേകിച്ച് ആഭ്യന്തരമായിരിക്കുന്ന പല വിഷയങ്ങളും ആ രാജ്യത്ത് ഉണ്ടാകേണ്ട. കുർദുകൾ വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുർദുകൾ ഉള്ള പ്രദേശമായതുകൊണ്ടും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. മാത്രമല്ല അവർക്ക് അമേരിക്കയുമായിട്ട് വലിയ ബന്ധമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ്. അമേരിക്കയ്ക്ക് അവിടെ സൈനിക ബേസും ഉണ്ട്. ഈ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറാന് ശേഷം തുർക്കിയെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നു. നിങ്ങളത് കാണാതിരിക്കുകയാണോ അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിവരണം നൽകണം എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലിനെയും എതിർക്കുന്ന രാജ്യങ്ങളെ വരുതിയിൽ വരുത്തുകയോ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്യുന്ന പണിയാണ്. അതിൽ നമുക്ക് ഇറാഖിൻ്റെ പേര് അങ്ങനെ വന്നിട്ടുണ്ട്, ലിബിയ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, സിറിയ ഉണ്ട്, ലെബനാൻ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് രാജ്യങ്ങൾ അതിൻ്റെ ഇരയാക്കപ്പെട്ട രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ശക്തമായ രീതിയിൽ എതിർക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പേര് ഇറാനായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ യുദ്ധമുഖത്താണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വരും. നിങ്ങളിപ്പോഴും മൗനത്തിലാണ്. അതല്ലെങ്കിൽ ഏതോ തരത്തിൽ ഇസ്രായേലിനെയോ അമേരിക്കയോ സഹായിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യം. വെച്ചാൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയുടെ സൈനിക ബേസുണ്ട്. ആ സൈനിക ബേസിൽ അവർക്കാണ് നിയന്ത്രണം. ഇറാൻ 2 പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളത് അറിഞ്ഞിട്ട് പോലുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത രീതിയിൽ നടിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരെ തിരിച്ചടി വരും. എത്രത്തോളം ഇസ്രായേലിനെയും അമേരിക്കയും ഏതൊരു മുസ്ലിം രാജ്യം സഹായിക്കുന്നോ അവർക്ക് തിരിച്ചടി വല്ലാതെ വൈകാതെ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കർക്കശമായിട്ട് പറഞ്ഞത്. അപ്പോൾ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 1-ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. അന്ന് ഓട്ടോമാൻ സാമ്രാജ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരിക്കുന്ന അവസ്ഥാ സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നതിൽ തുർക്കി പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നു. നാറ്റോ സഖ്യത്തിൽപ്പെട്ടതാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് ആക്രമിച്ചാൽ സ്വാഭാവികമായ രീതിയിൽ നാറ്റോ സഖ്യം സംയുക്തമായി ചേർന്നുകൊണ്ട് തിരിച്ചാക്രമിക്കണം. 2 പ്രാവശ്യം ഇറാൻ ആക്രമിച്ചു. ഒരു നാറ്റോ സഖ്യവും മുന്നോട്ട് വന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ രീതിയിൽ അമേരിക്ക ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ്. മാത്രമല്ല വിളറി പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അവർ നേരെ ആക്രമിച്ചാൽ വലിയ നാശങ്ങൾ അവർ വരുത്തും. അതുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങളൊന്നും പ്രതികരിക്കാത്തത്. പ്രതിരോധം മാത്രമേ ഉള്ളൂ, പ്രതികരണമില്ല. അതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശത്തെ പരാമർശിച്ചുകൊണ്ട് ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടലിടുക്ക് മോചിപ്പിക്കാൻ വേണ്ടി നാറ്റോ സഖ്യത്തിന് സഹായം തേടി അമേരിക്ക. ഒരു രാജ്യവും സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം ഈ ജർമ്മനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പിന്നീട് അവരും കാലുമാറി. അപ്പോൾ ഒരു രാജ്യം എന്ത് ചെയ്യില്ല, കപ്പലിനെ അയക്കില്ല എന്ന് പറഞ്ഞു. ചൈനയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടും ഈ മേഖല ഇറാൻ അടിച്ചിട്ടാൽ, അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ഞങ്ങൾക്ക് പെട്രോളിയം വരുന്നതിന് ഒരു മുടക്കം ഉണ്ടായിട്ടില്ല. ഞങ്ങളൊട്ട് കപ്പലിന് അയക്കുകയില്ല. അവർ കാര്യങ്ങൾ മുറിച്ച് പറഞ്ഞു. അമേരിക്ക ഒരു രാജ്യത്തോട് സഹായം തേടിക്കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ അപ്പടി 100% അത് അംഗീകരിച്ചുകൊണ്ട് താഴ്മയോടുകൂടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ രാജ്യം എതിർ സംസാരിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ഇല്ലാത്തതാണ്. നമ്മൾ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ നാറ്റോ സഖ്യത്തിൽപ്പെട്ട കപ്പലുകൾ വരികയാണെങ്കിൽ ഇവിടെയുള്ള ഇറാൻ്റെ പ്രതിരോധം തകർക്കാനും, അവിടെ അവർ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനും, പിന്നീട് സ്വതന്ത്രമായ രീതിയിൽ ഈ കടലിലൂടെ കപ്പലുകൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും. അത് അമേരിക്ക വലിയ ഹീറോ പരിവേഷം അമേരിക്ക ഉണ്ടാക്കി കൊടുക്കും. വേണമെങ്കിൽ ചുങ്കം വാങ്ങുകയും ചെയ്യും. പക്ഷേ ആരും അടുത്തിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമെന്നാണ് പറയുക. ഒറ്റക്കാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, എവിടെ എത്തുന്നില്ലല്ലോ. അപ്പോൾ തുർക്കിയോട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. എവിടെയും തൊടാത്ത രീതിയിൽ കുറേ പ്രകടനം നടത്തി, കുറേ പ്രസ്താവനകൾ ഇറക്കി. അതുകൊണ്ട് എന്ത് കാര്യം? ഇപ്പോൾ
പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുമായിട്ട് കരാർ വ്യവസ്ഥ ഈജിപ്തിലുണ്ടാക്കിയ സമയത്ത് തുർക്കി പങ്കെടുത്തിട്ടുണ്ട്. 20ഓളം രാജ്യങ്ങൾ പങ്കെടുത്തിട്ടാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. 500-ലധികം തവണയാണ് ഇസ്രായേൽ കരാർ വ്യവസ്ഥ ലംഘിച്ചത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ ഒരു ചർച്ചയുടെ കാര്യമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്ന കാര്യത്തെ അംഗീകരിക്കുന്നില്ല, അമേരിക്ക അംഗീകരിക്കില്ല. UN സഭയിൽ ആ ഒരു പ്രത്യേകമായ രീതിയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയാണ് എല്ലാ കാലത്തും ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുന്നത്. പിന്നെ അവിടെ മീറ്റിംഗ് കൂടുന്നതിൽ കാര്യമില്ല. ഒരു തെറ്റൊരാൾ ചെയ്തിട്ടാണെങ്കിൽ അത് ശിക്ഷിക്കാൻ കരുത്തും ശക്തിയും ഇല്ലെങ്കിൽ പിന്നെ ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തി എന്ന് ഇറാൻ ചോദിച്ചിട്ടുണ്ട്. അത് കാര്യമാണ്, വളരെ കൃത്യമാണ്. ഏകദേശം 375ഓളം പേരെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഗസയിൽ മാത്രം. 20ഓളം രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രതിഷേധം പോലും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഇറാൻ പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ സൈനിക ശക്തി, സംഘബലം, സൂക്ഷിക്കപ്പെട്ട മേഖല, ഏരിയകൾ, സൈനികരുടെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ, ഇതെല്ലാം ഇസ്രായേലിന് ചോർന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഭൂപ്രദേശം സുരക്ഷിതമല്ല നിങ്ങൾക്ക് പോലും. അത് ഈ ഇറാൻ്റെ ഈ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രസിഡൻഷ്യൽ സംവിധാനത്തെ അട്ടിമറിക്കണമെന്ന് അമേരിക്ക വിചാരിച്ചാൽ സാധിക്കുന്ന തരത്തിലാണ്. നിങ്ങൾ ശത്രുവിനോട് സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഞങ്ങൾ ഭീരുവിനെ പോലെ മാറി നിന്നിരുന്നെങ്കിൽ ഒരാൾ പോലും ഇറാനിൽ ശേഷിക്കാത്ത വിധം അവർ നശിപ്പിക്കുമായിരുന്നു. ഇറാനിൽ ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സ്വാധീനമുണ്ടാക്കുന്ന പുതിയൊരു സർക്കാരാണ് അവിടെ അധികാരത്തിൽ വരിക. ആ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ചാനലുകൾ, പത്രങ്ങൾ, മീഡിയ സംവിധാനങ്ങളെല്ലാം അമേരിക്കയുടെ കൈവശത്തിലാവും. 100 പേരെയോ അല്ല അതിൽ കൂടുതൽ ആളുകളെയോ കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായാൽ അതുപോലും ലോകം അറിയാത്ത രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുന്ന സമയത്തുണ്ടാകുന്ന ദുരന്തം ഭയാനകരമാണ്. അത് ഇറാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറല്ല, തങ്ങൾ പോരാടാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി എന്ത് ചെയ്യണം? ഇറാനൊപ്പം ചേരണം. നിങ്ങൾ എന്തുകൊണ്ട് ചേരുന്നില്ല എന്നെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ ബേസ്, തുർക്കിയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ബേസിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം നടത്തുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതിരോധിക്കുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അവരോട് രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമണം നടന്നതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിച്ചത്. ഇപ്പോൾ സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെട്ടും അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. കാരണം പെട്രോളിയം ഈ മേഖലയ്ക്ക് നേരെ, അറാംകോ പോലെയുള്ള മേഖലകൾക്ക് നിർമ്മിക്കുന്ന മേഖലയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് അമേരിക്ക തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഞങ്ങൾ ആക്രമണം നടത്തിയിട്ട് അങ്ങോട്ട് ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. ഇറാൻ ആക്രമണം നടത്തിയാൽ ഇറാൻ ആക്രമണം നടത്തി തന്നെ പറയും, കളവൊന്നും അവർ പറയില്ല, അവർക്ക് എൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങോട്ട് ആക്രമണം നടത്തി അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാൻ ഉപയോഗിക്കുന്ന സജ്ജൽ മിസൈൽ, ആ സജ്ജൽ മിസൈലിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് അമേരിക്ക നിർമ്മിച്ചുകൊണ്ട് ആ ഡ്യൂപ്ലിക്കറ്റ് ആയിരിക്കുന്ന മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അറബ് രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യ ആക്രമിക്കുന്നു. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം താഴെ വീണ് പൊട്ടുന്നതോ അല്ലെ പൊട്ടിക്കുന്നതൊക്കെ സജ്ജൽ മിസൈലാണ്. അത് നിർമ്മിക്കുന്ന ആരാണ്? ഇറാനാണ്. വളരെ എളുപ്പമാണ്. വളരെ കുരുട്ട് തന്ത്രം ഉപയോഗിച്ചുകൊണ്ടും കുറുക്കന്മാരെ പോലെയും യഥാർത്ഥത്തിൽ ഇവർ പെരുമാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. എല്ലാ യുദ്ധത്തിലും ചതിവാണ്. ചതിയും തട്ടിപ്പും അല്ലാത്ത രീതി ഒരു പ്രവൃത്തിയും അമേരിക്കയോ ഇസ്രായേലോ അല്ലെങ്കിൽ അനുബന്ധമായിരിക്കുന്ന മറ്റ് ഈ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ലോകത്ത് ചെയ്തിട്ടില്ല. നേർക്കുനേരെ അല്ല യുദ്ധം. അവർ ചതിക്കും, അവർ പറ്റിക്കും. അതുകൊണ്ട് അവർ ഒറ്റുകാരൻ നിർമ്മിക്കും, ഭരണത്തെ അട്ടിമറിക്കും, ഇത് ഭരണം കൊണ്ടുവരും. ഈ സ്ഥിതികൾ സാധാരണഗതി അവർ ചെയ്ത് കൂട്ടുന്നതാണ് എന്ന് ചുരുക്കം. അപ്പോൾ തുർക്കിയോട് ഇത് പറഞ്ഞതോടുകൂടി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ രീതിയിലുള്ള പ്രയാസത്തിലാണ്. സൈനികമായ രീതിയിൽ സഹായിക്കണം എന്ന് ഇറാൻ പറയാതെ പറയുന്നുണ്ട്. അത് സൈനികപരമായ സഹായം ആവശ്യമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന കരുത്ത് തെളിയിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയെ പോലെ കരുത്തുള്ള മറ്റൊരു രാജ്യമില്ല. യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിലും ഇറാനേക്കാൾ ആയുധ സംവിധാനങ്ങളൊക്കെ പലതിലും തുർക്കിക്കുണ്ട് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നിരീക്ഷണ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട സമയത്ത് ഇവിടെ അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് വരുന്ന സമയത്താണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഹെലികോപ്റ്റർ ദുരന്തത്തോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടപ്പോൾ ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കിട്ടാൻ വേണ്ടിയിട്ട് നിരീക്ഷണം നടത്തുക, ആകാശ നിരീക്ഷണം നടത്തിയെങ്കിൽ മാത്രമേ എവിടെയാണ് ഹെലികോപ്റ്റർ തകർന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കൂ. ഇറാൻ ആ സമയത്ത് അമേരിക്കയുടെ സഹായം തേടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അമേരിക്ക അത് നൽകില്ല എന്നും പറഞ്ഞു. പിന്നെ പ്രതിസന്ധിയായ സമയത്ത് മറ്റ് ബോംബുകളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് തുർക്കി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അങ്ങനെ തുർക്കിയുടെ ഡ്രോണാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം റൈസിയുടെ മൃതദേഹവും അതേ സഞ്ചരിച്ച ഹെലികോപ്റ്ററും കണ്ടെത്തിയത്. ഒരു പർവ്വതത്തിൻ്റെ മേൽഭാഗത്ത് തകർന്നു കിടക്കുന്ന രീതിയിൽ അവരാണത് കണ്ടെത്തിയത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന ശക്തി, ഈ ആയുധപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് പോലും നിങ്ങളുടെ
രാജ്യത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലനിൽപ്പ് തകരുക എന്നുള്ളതാണ്. അപ്പം മാത്രമേ സംരക്ഷിക്കപ്പെടൂ. ലോകത്തിലെ 90% രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇന്ത്യ പോലെയുള്ള, ചൈനയെ പോലെയുള്ള അപൂർവമായിരിക്കും ചില രാജ്യങ്ങൾ വെച്ചാൽ ബാക്കിയെല്ലാം അമേരിക്കയെ പേടിച്ച് ജീവിക്കേണ്ടവരാണ്, പേടിച്ച് ജീവിക്കുന്നവരാണ്. പാകിസ്ഥാൻ പേടിക്കേണ്ട കാര്യമില്ല, സഖ്യകക്ഷിയായിട്ട് എല്ലാ കാലത്തും അമേരിക്ക സഹായിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഏത് സമയത്താണ് അമേരിക്ക തലതിരിയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് പോലും അറിയില്ല. പൊട്ടന്മാരാണ് അവർ, പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ തുർക്കിയോട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ആ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അമേരിക്കയുടെ സൈനിക ബേസ് അവിടുന്ന് ഒഴിവാക്കണം. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. ഈ അറേബ്യൻ രാജ്യങ്ങളോട് ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യം എന്താ? നിങ്ങൾ ഞങ്ങൾ ആക്രമിക്കില്ല, സ്വതന്ത്രമായിട്ട് വിടാം. കാര്യം അതിനെന്ത് ചെയ്യണം? അമേരിക്കയുടെ സൈനിക ബേസ് അവിടുന്ന് ഒഴിവാക്കണം. അമേരിക്ക ഇല്ലാത്തൊരു അറേബ്യൻ രാജ്യത്ത് സൃഷ്ടിക്കണം. അങ്ങനെ ആ സമയത്ത് ലോകത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാവും. അത് വരുത്താൻ ഇതല്ലാത്ത മറ്റൊരു പോംവയും ഇല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് തുർക്കിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുടെ ആയുധങ്ങൾ, സംവിധാനങ്ങൾ, സൈനികർ, അത് സൂക്ഷിക്കപ്പെട്ട മേഖലകൾ എല്ലാം ചോർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ് ഇറാൻ അവസാനിപ്പിക്കുന്നത്.